നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ആരാധനയ്ക്കായി എന്നല്ല, ആരാധനയായി എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നിടത്തോളം വലിയ ആരാധനയില്ല. അത് വിധേയത്വമാണ്. ആ സമയത്ത് നമ്മൾ അനുഭവിക്കും. ഞാൻ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഗ്രാനൈറ്റൊക്കെ നമ്മളൊരു കടയിൽ പോയി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ സാറ് പറയും എൻ്റെ ഈ വീട് ഗ്രാനൈറ്റ് അല്ല ടൈൽസ് ഒട്ടിക്കണം. അപ്പം നമ്മളൊരു കട, ഇപ്പം ഞാൻ പറയും സാറേ ഇന്ന കടയിൽ പോയി എടുക്കണം, കാരണം എനിക്ക് അവിടെ ചില കമ്മീഷൻ തരും. അപ്പം അതെവിടെ തരും. അപ്പം സാറിനെ വിളിച്ചുകൊണ്ട് അവിടെ പോയി. അപ്പം ഞാൻ വിശ്വാസത്തിൽ വന്ന അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്കിത് വേണ്ട, എനിക്ക് കമ്മീഷൻ വേണ്ട. പണ്ട് ഞാൻ മേടിക്കുന്നതും പിന്നെ ഞാൻ യജമാനന്മാർ ഒരിക്കലും ഇതാക്കാറില്ല, പക്ഷേ ഇവർ തരുന്ന എനിക്ക് വേണം. ഞാൻ അതുപോലെ കടത്തില്ല, ദാരിദ്ര്യത്തില്ല. അപ്പം വിശ്വാസത്തിൽ വന്നപ്പോൾ ആ ദിവസം നല്ലൊരു തീരുമാനമെടുത്തു, ഞാൻ ഇനി കമ്മീഷൻ മേടിക്കും. ആരും പറഞ്ഞിട്ടല്ല, എൻ്റെ കരുത്തിലുള്ള ഉറപ്പാണ്. കാരണം എനിക്കിപ്പോൾ ഒരു അപ്പനുണ്ടല്ലോ. ഇന്നലെ വരെ ഞാൻ മേടിച്ച എനിക്കൊരു അപ്പനില്ലാഞ്ഞ കൊണ്ടല്ലേ, ഞാൻ അനാഥനായിട്ടല്ലേ. അപ്പനില്ലെന്ന് പറഞ്ഞാൽ എന്നെ ജനിപ്പിച്ച അപ്പല്ല, ദൈവത്തെ പറ്റി, പിതാവിനെ പറ്റി പറയാം. ഇന്ന് മുതൽ എനിക്ക് സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്, പിതാവുണ്ട്. ഞാൻ എന്തിനാ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പം ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഇനി കമ്മീഷൻ മേടിക്കത്തില്ല. ഇനി ഒരിക്കലും കമ്മീഷൻ മേടിക്കുക, കാരണം ദൈവം ഉണ്ടിരിക്കും. ഈ ദൈവം ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഒക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വീട്ടിൽ എങ്ങനെ 3 ലക്ഷത്തി ചില്ലുവാൻ രൂപയുടെ ഗ്രാനൈറ്റ് എടുത്ത്, ഇപ്പോഴല്ല 18 വർഷം മുമ്പാണ്, 3 ലക്ഷം രൂപയുടെ ഗ്രാനൈറ്റ് ഒരു കടയിൽ പോയിട്ട് ഒരു വീട്ടുകാരനെടുത്ത്, ഞാനാണ് പണിക്കാരന്, ജോലിക്കാരന്, കോൺട്രാക്ടർ. അപ്പോൾ അവിടെ ചെന്നിട്ട് അപ്പം ഈ സാധനമെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ഒരിക്കലും കമ്മീഷൻ മേടിക്കത്തില്ല, ഒരിക്കലും ഇനി മേടിക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തരാനാണ് തരുന്നത്, കാരണം അവർക്ക് അറിയത്തില്ല കല്ലിനെ പറ്റി. അപ്പം ഞാൻ സെലക്ട് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് പൈസ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ആ കടക്കാരനുമായിട്ട് ബാർഗൻ ചെയ്തോളൂ, ഞാനത് ചെയ്യാൻ പറ്റത്തില്ല. ബാർഗൻ ചെയ്ത് നിങ്ങൾ കുറച്ചോണം. ഞാൻ അവിടെ ചെന്ന കടക്കാരനോട് പറഞ്ഞു, എനിക്ക് കമ്മീഷൻ വേണ്ട, എനിക്ക് വല്ലതും തരാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം കൂടെ ഇവർക്ക് കുറച്ച് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് ഉടമ്പടിയിൽ. അപ്പം സാധനം എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ബില്ലെല്ലാം അടിച്ച് ഇവർ പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ പുറത്തേക്കാണ്. അപ്പം ഇത് വീട്ടുകാർ കാണത്തരുത്, വീട്ടുകാർക്ക് അറിയാൻ പോലും വീട്ടുകാർ കാണത്തരുത്തില്ല. അപ്പം ഈ കടയുടെ ഉടമസ്ഥ പറഞ്ഞ് വിജയാണ് അകത്തോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പുറത്തേക്കുക. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ യോസഫിൻ്റെ ഒരു വാക്ക് വന്നു, ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുമോ? ഈ ഒരു ചിന്ത വന്നു. ഞാൻ അങ്ങോട്ട് പോകാനും പോലും തിരിഞ്ഞു നോക്കാനും പോലും ഞാൻ തിരിച്ചു വന്നു. അപ്പം ഇവരൊക്കെ വന്ന്, ഞാൻ സ്കൂട്ടറിലാണ് കണ്ടു, തിരിച്ച് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്. സാറേ, ഞാൻ ഇന്നലെ അനുഭവിച്ച ഒരു സന്തോഷം, ഞാൻ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ഉറക്ക സ്തോത്രവും സന്തോഷവും സംഗീതവും കൊണ്ടാണ് തിരിച്ചത്. എനിക്ക് അഭിഷേകം കിട്ടിയില്ലേ അവിടെ? അവിടെ കിടന്ന് കുറച്ച് നേരം കൈ അടിച്ചിട്ട് കമ്മീഷൻ മേടിച്ചിട്ട് കുറച്ച് കൈ അടിച്ച് തുള്ളി കഴിഞ്ഞാൽ എനിക്ക് അഭിഷേകം കിട്ടുമോ? ദൈവമായിട്ട് എനിക്കെന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? അപ്പോൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യും, കാരണം എനിക്കൊരു അപ്പനുണ്ട്, അവൻ നടത്തിയാൽ മതി.